പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഒക്ടോബർ മാസം 1-ാം തീയതി നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളൊക്കെ ഒന്ന് ഉയർത്തി പിടിച്ചിട്ട് അല്പസമയം കർത്താവിന് ഒന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ 9 മാസക്കാലം കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ച കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് നമുക്ക് അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, ആമേൻ. കഴിഞ്ഞ പകൽക്കാലം നമ്മളെ കാത്തു പരിപാലിച്ച ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. അപ്പ രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ആമേൻ രാത്രിയിൽ ഉറങ്ങാൻ കർത്താവ് സഹായിച്ചതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, നമ്മളെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ച സമാധാനത്തോടെ എഴുന്നേൽപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട് കരങ്ങൾ ഉയർത്തിയിട്ട് സ്തോത്രം പറ. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിന് സ്തോത്രം പറഞ്ഞാൽ എല്ലാവരും സ്തോത്രം പറഞ്ഞാൽ ആരും മൗനമായിരിക്കാതെ കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. അപ്പ ആമേൻ. കഴിഞ്ഞ മാസക്കാലം 9-ാം മാസം ദൈവിക പ്രീതിയുടെ മാസം ഞങ്ങളെ അത്ഭുതകരമായി നടത്തി. കർത്താവിൻ്റെ ഫേവറിൽ ഞങ്ങളെ പൊതിഞ്ഞ് ഞങ്ങൾക്ക് ചുറ്റും അങ്ങയുടെ ഫേവർ ഞങ്ങൾ അനുഭവിച്ചു. ഞങ്ങളുടെ മുകളിൽ ആമേൻ 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 ഒരു മേക്കട്ടി പോലെ ദൈവത്തിൻ്റെ ഫേവർ നിന്നു. അതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ലോർഡ്. ഞങ്ങൾക്ക് അങ്ങയുടെ ഫേവർ എൻജോയ് ചെയ്യുവാൻ ഹല്ലേലൂയ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. ഈ മനോഹരമായ സമയത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഈ പുതിയ മാസത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഒക്ടോബർ മാസത്തിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അപ്പ ഈ മാസം ഞങ്ങളെ ജയത്തോടെ നടത്തുന്നതിന് സ്തോത്രം, അതിശയമായി നടത്തുന്നതിന് സ്തോത്രം, അത്ഭുതമായി നടത്തുന്നതിന് സ്തോത്രം, ആവശ്യങ്ങളിൽ അങ്ങ് കൂട്ടായിട്ടിരിക്കുന്നതിന് സ്തോത്രം. കർത്താവിൻ്റെ വലിയ കൃപ ഈ മാസം എക്സ്പീരിയൻസ് ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവ്, ഞങ്ങളോടുള്ള അങ്ങയുടെ ദയ വലുതാകിയാൽ സ്തോത്രം, അങ്ങയുടെ കരുണ വലുതാകിയാൽ സ്തോത്രം, അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്തു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അപ്പോൾ കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ, നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ 9 മാസക്കാലം ഞങ്ങളെ അതിശയമായി നടത്തിയല്ലോ, അതിന് സ്തോത്രം. ഈ 10-ാം മാസത്തിൻ്റെ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുവാൻ അങ്ങ് തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തിനായിട്ട് സമയത്തിനായിട്ട് സ്തോത്രം. അപ്പോൾ ഈ 10-ാം മാസം അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ച് നടത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ദൈവിക അത്ഭുതങ്ങളിലൂടെ ഈ 10-ാം മാസം ഞങ്ങൾ നടക്കും. അതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കാം. ഇവരെല്ലാവരുടെയും ജീവിതത്തിൽ ഈ 10-ാം മാസം അനുഗ്രഹമായി തീരട്ടെ. ഇവരെല്ലാവരുടെയും ജീവിതത്തിൽ ഈ 10-ാം മാസം നന്മയായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ ഈ 10-ാമത്തെ മാസത്തിൽ ഇവരെല്ലാവരും ദൈവിക അത്ഭുതങ്ങൾ കാണട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടലുകൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നത് കണ്ട് സന്തോഷിപ്പാൻ ഇടവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. 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 പ്രത്യേകിച്ച് ആമേൻ, ഇന്ന് രോഗികളായി ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിൻ്റെ കെട്ടുകളും നസ്രനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അഴിഞ്ഞു വീഴട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ രോഗാത്മാവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. രോഗബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. രോഗശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. രോഗ അണുക്കൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിർജീവമായി തീരട്ടെ. പൂർണ്ണ സ്വസ്ഥതയും സൗഖ്യവും കർത്താവ് കൊടുത്തിരിക്കുന്നതിനെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് രോഗങ്ങൾ, അവൻ പനിയാൽ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്, കോവിഡിനാൽ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്. അവരെ ഞങ്ങളിപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നു. അതുപോലെ കാൽമുട്ടൊരു വേദനയായിട്ട് പ്രയാസപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇടത്തെ കാലിൻ്റെ പുറകു ഭാഗത്ത് വേദന അനുഭവിക്കുന്നു, ആ മുട്ടിൻ്റെ പുറകിൽ വേദന അനുഭവിക്കുന്നു, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, 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 സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. താങ്ക് യു. ആമേൻ. ചുമയാൽ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ.
പൂർണ്ണ വിടുതൽ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ മാസം വാതിലുകൾ തുറക്കപ്പെടുന്നതിനായിട്ട് സ്തോത്രം. സാമ്പത്തികമായ വാതിലുകൾ തുറക്കപ്പെടുന്നതിനായിട്ട് സ്തോത്രം. നസറേയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രത്യേകിച്ച് വിവാഹപ്രായമായ മക്കളുടെ വിവാഹം ഈ മാസം യേശുവിൻ്റെ നാമത്തിൽ ഫിക്സ് ആകട്ടെ, അതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ. അതുപോലെ മറ്റ് തൻ്റെ കുഞ്ഞുങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത കഴിഞ്ഞ 9 മാസം പ്രാർത്ഥിച്ച പല വിഷയങ്ങളുടെയും മറുപടിയുടെ മാസമായി ഈ 10-ാം മാസം മാറുന്നതിന് സ്തോത്രം. ഞങ്ങൾ ഇവരെ ബ്ലസ് ചെയ്യുന്ന കർത്താവ്, ഇവരുടെ സകല ആവശ്യങ്ങളിലും കൂട്ടായിട്ടിരിക്കുന്നതിന് നന്ദി പറയുന്നു. ഇന്നത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കുന്നതിന് സ്തോത്രം. ലോകവ്യാപകമായി നടക്കുന്ന ദൈവിക പ്രവൃത്തികൾക്കായിട്ട് സ്തോത്രം. അഭിഷക്തന്മാർക്കായിട്ട് സ്തോത്രം. എല്ലാവരെയും ഉപയോഗിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഇന്ത്യൻ സമയം 9:30 നമുക്ക് മീറ്റിംഗ് ഉണ്ട്. താങ്ക്സ് ഗിവിംഗ് പ്രയറാണ്. കഴിഞ്ഞ 9 മാസം നടത്തിയ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് 10-ാം മാസത്തിലേക്ക് പ്രവേശിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കുടുംബമായിട്ട് പങ്കെടുക്കണം. നിങ്ങൾ ഇന്ന് ഒറ്റയ്ക്ക് പങ്കെടുക്കരുത്. നിങ്ങൾ ഇന്നലെയൊക്കെ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം പങ്കെടുത്ത, ബട്ട് ടുഡേ നിങ്ങൾ ഫാമിലി ആയിട്ട് ഇന്നത്തെ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 37-ാമത്തെ വാക്യം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നുത്തരം പറഞ്ഞു. ദൈവത്തിന് ഒരു കാര്യവും, എല്ലാവരും പറ, കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ല. ഈ മാസം ഇതാണ് യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യും. നമ്മുടെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ പ്രവർത്തികൾ കണ്ട് നിങ്ങൾ സന്തോഷിക്കുന്ന ഒരു മാസമായി ഈ ഒക്ടോബർ മാസം മാറും. കാരണം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ദൈവം ഒരു അത്ഭുതം ചെയ്യുമ്പോൾ അവൻ എന്താ ചെയ്യുന്നത്? നാച്ചുറലായിട്ടുള്ള ലോയെ സസ്പെൻഡ് ചെയ്തിട്ട് സ്വർഗീയ ലോയെ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യും ഒരു അത്ഭുതത്തിന് വേണ്ടി. നമുക്കിവിടെ അറിയാം. ആമേൻ. ഇതിൻ്റെ മേലിൽ നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാം, 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്ന പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നത്. കന്യക എന്ന വാക്കിൻ്റെ അർത്ഥം വെർജിൻ, അല്ലെങ്കിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത സ്ത്രീ. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, ആമേൻ, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇതെന്തൊരു വന്ദനമെന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു, നീ ദൈവത്തിൻ്റെ ഫേവർ ലഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ മാസം നമ്മൾ കേട്ടു, ദൈവത്തിൻ്റെ ഫേവർ നിൻ്റെ മേൽ വന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഫേവർ വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നാച്ചുറലായ കാര്യമല്ല, അമേൻ, സൂപ്പർ നാച്ചുറലായ കാര്യങ്ങൾ സംഭവിക്കും. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. എന്നിട്ട് 34-ാം വാക്യത്തിൽ പറഞ്ഞു, മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായിക്കാൻ ഇതെങ്ങനെ സംഭവിക്കും? നാച്ചുറലി പുരുഷനെ അറിയാതെ ഗർഭം ധരിക്കുക പറ്റത്തില്ല. പക്ഷെ മറിയ ചോദിച്ചു, എങ്ങനെ ഇത് സാധിക്കും? ഞാൻ പുരുഷനെ അറിയായിക്കാൻ ഇതെങ്ങനെ സംഭവിക്കും? ഇതാണ് നാച്ചുറൽ ലോയെ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്തു? സസ്പെൻഡ് ചെയ്തു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അതെ, ഹല്ലേലൂയ. ഈ മാസം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുടെ മാസമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ നിഴലിടുന്ന മാസമാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അസാധാരണ അത്ഭുതങ്ങൾ കാണുന്ന മാസമാണ്. എന്നിട്ട് പറയാം, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. എന്നിട്ട് പറയാം, നിന്റെ ചാർച്ചക്കാരി എലിശബേത്തും വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്നു, മച്ചി എന്ന് പറഞ്ഞവർക്ക് ഇത് 6-ാം മാസം. എന്നിട്ടാ പറഞ്ഞത്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നുത്തരം പറയും. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ച് പറയട്ടെ, ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതത്തിൻ്റെ മാസമായിരിക്കും, അത്ഭുതങ്ങളുടെ മാസമായിരിക്കും. ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായി വരികയില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവിനാൽ സകലതും നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകും. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സകലതും സാധ്യമാകും. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഏത് വിഷയം നോക്കിയിട്ട് പറയണം, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യം. നമ്മുടെ കർത്താവിൻ്റെ പേര് അത്ഭുത മന്ത്രി. അവൻ മിറക്കിൾ മിനിസ്റ്ററാണ്. അതേമേൻ. അവൻ അത്ഭുതങ്ങളിൽ ചെയ്യുന്നതിനകത്ത് സ്പെഷ്യലിസ്റ്റാണ്. അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നതിൽ സ്പെഷ്യലിസ്റ്റാണ്. അതുകൊണ്ട് ഈ മാസം നിങ്ങളുടെ ലൈഫിൽ അത്ഭുതങ്ങളുടെ മാസമായിരിക്കും. അവൻ നിങ്ങളുടെ ജോലിയിൽ അത്ഭുതങ്ങൾ നടക്കും, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ അത്ഭുതം നടക്കും, നിങ്ങളുടെ ശരീരത്തിൽ അത്ഭുതം നടക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ തൊടുന്ന, നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും അത്ഭുതങ്ങൾ കാണാൻ കഴിയുന്ന ഒരു മാസമായി തീരും. അവൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, ഈ ഒക്ടോബർ മാസത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. ഈ 10-ാം മാസം ഒരു മന്ത് ഓഫ് മിറക്കിൾസ് ആയി മാറട്ടെ. നിങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന മാസമായി. ആമേൻ, ആമേൻ. അവർ ആഗ്രഹിക്കുന്ന എല്ലായിടത്തും, ആമേൻ, മറിയയുടെ ജീവിതത്തിൽ സംഭവിച്ചത് നാച്ചുറലായ കാര്യങ്ങളെ മാറ്റിവെച്ച്, ആമേൻ, സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. അത്ഭുതങ്ങളുടെ മാസം എന്ന് ഡിക്ലെയർ ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.
ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഡിക്ലെയർ ചെയ്യുക, ഇത് അത്ഭുതങ്ങളുടെ മാസമാണ്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ഗ്രേസ് നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ആമേൻ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും, നമ്മൾ വളർച്ച പ്രാപിക്കും, വിശാലമാകും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ. ഉയർച്ച തന്നെ പ്രാപിക്കും. പ്രത്യേക മിറക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.